വാഴ 3 സ്ത്രീകളുടെ കഥയാണെന്ന് അറിഞ്ഞപ്പോ നാട്ടിലുള്ള ചില മഹാന്മാരുടെ അഭിപ്രായത്തില് വാഴയ്ക്കുള്ള ഗുണങ്ങൾ പോലും സ്ത്രീകൾക്കില്ലെന്ന്. അതിലുള്ള ഏറ്റവും വലിയൊരു പിടിച്ചിരുത്തിയ കമന്റാണ്, പെണ്ണുങ്ങൾക്ക് എന്തോ ഇത്ര കഥ പറയാനുള്ളതെന്ന്. ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പിടിച്ച് വേറൊരു വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇനി മുതൽ ഇതാണ് നിന്റെ വീട്, ഇതാണ് നിന്റെ അമ്മയച്ഛനും, ഇനി നിന്റെ വീട്ടിൽ പോകണമെങ്കിലും അമ്മയച്ഛനെയും കാണണമെങ്കിലും ഞങ്ങളോട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കുവോ? ഇല്ല, ഞങ്ങൾക്ക് സഹിക്കും. കാരണം ഞങ്ങൾ ജനിച്ചന്നോട്ട് കേൾക്കുമല്ലേ, അന്യ വീട്ടിൽ പോണ്ട പെങ്കൊച്ച, അന്യ വീട്ടിൽ പോണ്ട പെങ്കൊച്ച. ശരിക്കും പറഞ്ഞാൽ എവിടെ മുതലാണ് നമുക്ക് കഥ തുടങ്ങുന്നതെന്ന് അറിയാവോ? നമ്മളിങ്ങനെ ബാല്യകാലമൊക്കെ ആസ്വദിച്ചു പോകുന്ന സമയത്ത് നമ്മളങ്ങോട്ട് ഋതുമതിയാവും. അയ്യോ ശരിക്കും എന്നെ ഋതുമതി എന്നല്ല പറയണ്ടേ, അല്ല അതുമതി ഇതുമതി എന്നൊക്കെ വേണം. ഇതങ്ങോട്ടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകല്ലേ, അത് മതി, ഷോ ഇത് മതി. ചിലപ്പോ തോന്നിപ്പോന്ന് ചോദിച്ചാൽ നമ്മളത് ഗുണ്ടാ സങ്കേതത്തിലാണ്. പുറത്ത് ചിരിക്കല്ല്, ശബ്ദം പുറത്ത് കേൾക്കല്ല്, പെണ്ണാന്ന് മറന്നു പോകും. ആമ്പിള്ളേർ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്ത് വീട്ടിൽ വരുന്നവർക്ക് കൊടുത്താൽ അവര് കഴിച്ചിട്ടൊരു പറച്ചിലുണ്ട്, അയ്യോ നീ എന്തിനാ ഇതൊക്കെ പഠിക്കുന്നേ, ഇതിന്റെയൊക്കെ ആവശ്യം നിനക്കുണ്ടോന്ന്. ഞാൻ എന്റെ വീട്ടിൽ വന്നവർക്ക് വെച്ചുണ്ടായി കൊടുത്തപ്പോ അത് നക്കിയിട്ട് ആ തുപ്പൽ ഉണങ്ങുന്നതിന് മുമ്പ് ഈ നക്കി പറയുവാ, പാചകമൊക്കെ പഠിച്ചല്ലോ ഇനിയിപ്പൊ കല്യാണം കഴിച്ച് വിട്ടുകൂടെയെന്ന്. എന്ന് വെച്ചാൽ ആര്യഭവന്റെ കിച്ചണിലോട്ടാണല്ലോ പെണ്ണുങ്ങളെ കാറ്ററിംഗ് സർവീസുകാർ കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമ്മൾ കല്യാണം കഴിച്ചിട്ട് ഭർത്താവ് നമ്മളെ സ്നേഹിക്കുവാണെങ്കിൽ പറയും, വന്നപ്പോഴേ അങ്ങ് വശത്താക്കില്ല അവനെ, ഇനിയെങ്കിൽ അവൻ 2 അടി കിട്ടുമ്പോഴത്തേക്ക് നിന്നങ്ങ് കൊണ്ടാ പറയും, അവക്കൊരു കൂസലുണ്ടോ നോക്ക്, നിന്ന് നിപ്പി കൊള്ളുവോ, നിന്നാ പോട്ടെ, അടിക്കുമ്പോ ഒന്ന് മരണപ്രാളത്തിൽ ഒഴിഞ്ഞു കൊടുത്തേ. 18 അടവും പഠിച്ചിട്ട് അവളുടെ കാര്യം. പിന്നെ നമ്മുടെ നാട്ടിലെ പൊതുവെ ഉള്ളൊരു കാര്യമാണ്, പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് പുസ്തകത്തിൽ വെച്ചേക്കുന്ന പോലെയാ. ഇടയ്ക്കിടയ്ക്ക് കാരണന്മാർക്കും തുറന്നു നോക്കണം, ഈ പുസ്തകത്തിൽ മൈപ്പിലിരിക്കുന്ന പോലെയാ. പറ്റോ പെറുവോ? പറ്റില്ലേ? ഇനിയിപ്പോ പുസ്തകത്തിനാണോ കുഴപ്പം മൈപ്പിലേക്കാണോ? ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് വന്ന് തുറന്നു നോക്കുന്നത് നിങ്ങൾക്ക് തന്നെയാ കുഴപ്പം. ഇനി ഇതും പോട്ടെ, ഞാനടക്കമുള്ള മിക്ക സ്ത്രീകളും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാരാന്നറിയോ? ആദ്യമായിട്ട് ലോകത്ത് പ്രസവിച്ച സ്ത്രീയായിരിക്കും. കാരണം നമുക്ക് ചെറുതായിട്ട് ഗർഭസമയത്ത് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോ ഒരു വെള്ളം കൊണ്ടുവന്ന ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞ, അയ്യോ നീയാണല്ലോ ലോകത്ത് ആദ്യം പറ്റ പെണ്ണ്. കുറച്ചു പേര് പറയുന്നുണ്ട് പെണ്ണുങ്ങൾക്ക് ഒരു കഥയും ഇല്ലെന്ന്. കുറച്ച് ആളുകൾ പറയുന്നുണ്ട് പ്രസവം ഭയങ്കര എൻജോയ്മെന്റ് ആണ്. അവരെ നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല, കാരണം അവർക്ക് ആ പ്രോസസ് വരെ എല്ലാം അറിയത്തുള്ളൂ. അത് ഭയങ്കര എൻജോയ്മെന്റ് ആണ്. അത് കഴിഞ്ഞാണ് ഈ അനുഭവം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ചില ഇങ്ങനെ പറയുന്നവര് ചില സമയം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മയുടെ അടുത്ത് ചെന്നിരുന്ന് ചോദിക്കണം, അമ്മേ എന്നെ എങ്ങനെയാണ് പ്രസവിച്ചതെന്ന്. അപ്പൊ അമ്മ പറയും, നമ്മുടെ ശരീര നാടി നടമ്പൊക്കെ തളർന്ന് നമ്മൾ മരണത്തെ പോലും മുഖാമുഖം കണ്ട് അങ്ങ് കാലം 2 ആക്കി വരെ പോയിട്ട് നമ്മളെ പ്രസവിച്ചൊരു കഥ. ഇടയ്ക്കൊക്കെ പെണ്ണുങ്ങളുടെ കഥയൊന്ന് പുറത്തു വരുത്തന്നേ.